മലയാളികൾ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ റിയാലിറ്റി ഷോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാട്ട് റിയാലിറ്റി ഷോയിൽ നിന്നും, ഡാൻസ് റിയാലിറ്റി ഷോയിൽ നിന്നും, അതുപോലെ അഭിനയങ്ങളുടെ റിയാലിറ്റി ഷോയിൽ നിന്ന് പോലും പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഇപ്പോഴും തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുന്നുണ്ട്. അവരെ തിരഞ്ഞെടുത്ത് അവരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് എല്ലാവരുടെയും ഒരു സ്ഥിരം പതിവ് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകരും കൃത്യമായി അതിന് ഒരു മറുപടി നൽകുന്നുണ്ട് എന്ന് കൂടി പറയണം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഗായിക ശ്വേത അശോകിന്റെ സഹോദരന്റെ വിവാഹത്തെക്കുറിച്ചാണ് കാണുന്നത്. സ്റ്റാർ സിംഗർ ഗായിക ശ്വേത അശോകിന്റെ ചേട്ടൻ വിവാഹിതനായി എന്ന താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്വേതയുടെ ആരാധകരാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിക്കുന്നുണ്ട്. ശ്വേതയ്ക്ക് സഹോദരനുണ്ടായിരുന്നുവെന്ന് പണ്ടേ അറിയാമായിരുന്നു. എന്നാൽ സഹോദരൻ ഇപ്പോഴാണ് വിവാഹം ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ആശംസകൾ, ശ്വേതയുടെ കുടുംബത്തിന് ആശംസകൾ, ഇത് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത്. വിഷ്ണു പ്രണയിച്ച സുന്ദരി പെണ്ണിൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണുവിനും മാളവികയ്ക്കും ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട്. മാളവിക എന്ന അക്കൗണ്ടിലൂടെ സിന്ധു മാളവിക മധു എന്ന പേരാണ് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും മാളവികയ്ക്കും ശ്വേതയുടെ സഹോദരനും ആശംസകൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ശ്വേതയുടെ കുടുംബത്തിനും ആശംസകൾ എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നു. മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു കുട്ടി തന്നെയാണ് ശ്വേത. ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകൾ എല്ലാവരും തന്നെ ഏറ്റെടുക്കാറും ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കുകയുണ്ട്. സി എൻ്റർടൈൻമെൻറ്റ്സ് എൻ്റർപ്രൈസസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഷോയുടെ മലയാളം റീജിയണൽ പതിപ്പായ സരിഗമപ കേരളം റിയാലിറ്റി ഷോയിലൂടെയാണ് ഫൈനലിസ്റ്റായി പിന്നീട് ശ്വേത എല്ലാവരും ഏറ്റെടുത്തത് എന്ന് പറയാം. അതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറി. ഈ ഷോയ്ക്കിടെ മമ്മൂട്ടിയുടെ ഷൈലോക്ക്, ഹാപ്പി സർദാർ, സംഗീത സംവിധായകനായ ഗോപി സുന്ദറിൻ്റെ ധമാക തുടങ്ങിയ പ്രമുഖ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ശ്വേത തൻ്റെ പിന്നണി ഗായക ജീവിതം ആരംഭിച്ചത്, അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോകുന്നത് എന്ന് പറയാം. നാടോടി ഗാനവും ഇന്ത്യൻ ക്ലാസിക്കലും പിന്നണി ഗാനവും ഗസലും പാശ്ചാത്യം മുതൽ എല്ലാം കൃത്യമായി പാടുന്ന ഒരു ഗായിക തന്നെയാണ് ശ്വേത എന്നുകൂടി പറയണം. 2008 മുതൽ ഇപ്പോൾ വരെ എല്ലാവരുടെയും മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഗായിക കൂടിയാണ് എന്ന് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലെയും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള താരമായി അതിവേഗമാണ് ഗായിക ശ്വേത മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റീലുകളായും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർക്ക് സന്തോഷത്തിനായി തന്നെ പോസ്റ്റുകളായും ഒക്കെ ശ്വേത സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. അതിൽ ഗാനം ആലപിക്കുകയും പ്രേക്ഷകരുമായി സമ്പാദിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രീതി ഇപ്പോഴും ശ്വേതയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുവെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.